ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ ആദ്യ മത്സരം നാളെ ഹെഡിംഗ്ലി ലീഡ്സിൽ വെച്ച് നടക്കുകയാണ്. എഗൈൻ ആ പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റിങ്ങിന് ഒരു ഈസ് ആവുന്ന ടൈപ്പ് പിച്ചാണ്. അതായത് ഇനീഷ്യലി ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ബാറ്റ്, ബട്ട് ഇറ്റ് വിൽ ഗെറ്റ് ഈസിയർ വെൻ ദ ഡേ പ്രോഗ്രസസ്. സോ അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയ ടീം എപ്പോഴും ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കാരണം ഒരു ഇനീഷ്യൽ ബോളിംഗ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് ബാറ്റിംഗ് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നമ്മൾ കണ്ട പോലെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ഒരു ട്രെൻഡ് നമുക്ക് ഈ പിച്ചിലും എക്സ്പെക്റ്റ് ചെയ്യാം. റിഗാർഡിങ് ദ ടീം, രണ്ട് ടീമും ഒരു പുതിയ ഔട്ട്ലുക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ പോലും അവരുടെ ബോളിങ്ങിൽ ക്രിസ് വോക്സ് ഉണ്ട്, പിന്നെ അതേപോലെ ബ്രൈഡൻ കാൾസ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള രണ്ട് ബോളേഴ്സും അത്രത്തോളം അങ്ങ് പേര് കേട്ട ബോളേഴ്സ് അല്ല. അതിലൊന്നാണ് ജോഷ് ടങ്ക് ഒക്കെ ഡൊമസ്റ്റിക്കിൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാണ്ട് വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്ത് ഇൻ്റർനാഷണൽ ഐ തിങ്ക് ഡെബ്യൂട്ടാണോ സംശയമുണ്ട്. എനിക്ക് നല്ലത് ലൈക്ക് ഭീകരമായ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചായിട്ട് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഷോയബ് ബഷീർ ആളും ലൈക്ക് കളിച്ചിട്ടുണ്ട്, ഇൻ്റർനാഷണൽ സെറ്റപ്പിലുണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ത്യയുടെ സൈഡാണെങ്കിൽ ഇറ്റ്സ് എ വെരി ന്യൂ സൈഡ് വെൻ കമ്പയർ ടു ബാറ്റിംഗ്. ബോളിങ്ങിൽ ജസ്പ്രീത് ബുംറ ഉണ്ട്, പക്ഷേ അല്ലാതെ ബാറ്റിംഗ് വെൻ യു കമ്പയർ അത്രത്തോളം സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആണ് ഇൻ ദ ഡൊമസ്റ്റിക് സെറ്റപ്പ്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ ഒരു ന്യൂ ഔട്ട്ലുക്കാണ്. അതായത് സീനിയർ ബാറ്റേഴ്സ് ഇല്ല. യശസ്വി ജയ്സ്വാൾ ഒക്കെ, പിന്നെ KL രാഹുൽ ഓപ്പൺ ചെയ്യും. നമ്പർ 3 മൈറ്റ് ബി കരുൺ നായർ. പിന്നെ നമ്പർ 4 ശുഭൻ ഗില്ലാണ്. നമ്പർ 5 ഋഷഭ് പന്താണ്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പുതിയ ഔട്ട്ലുക്ക്. ഐ തിങ്ക് ദ ലോൺ സീനിയർ പ്ലെയർ മൈറ്റ് ബി ദ ജസ്പ്രീത് ബുംറ. പക്ഷെ അതർ ദാൻ ദാറ്റ് ഐ തിങ്ക് അത്രത്തോളം വലിയ പരിചയസമ്പത്തുള്ള ടീമൊന്നുമല്ല ഉണ്ടാവുന്നത്. ഐ തിങ്ക് സായ് സുദർശൻ മേ മിസ് ഔട്ട്. അതൊരു ഐ തിങ്ക് ഹി ഷുഡ് ഹാവ് പ്ലേഡ് സംഹൗ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷെ എന്തായാലും സോ റിഗാർഡിങ് ദ വിന്നർ ഐ തിങ്ക് ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോസ്. രണ്ട് ടീമിനും ബാറ്റിംഗ് സ്ട്രോങ് ആണ്. ബോളിംഗ് വിൽ ഹാവ് ടു സീ ലൈക്ക് ഹൗ ഇറ്റ്സ് ഗോണ പ്ലേ ഔട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് വേണ്ടി ചേസ് ചെയ്യുന്ന ടീം ഏതോ, അതായത് സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീം ഏതോ, ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു വിൻ. അതാണ് എൻ്റെ പിക്ക് ഫോർ ദ മാച്ച്. So who do you think is going to win this match? Let me know in the comments.